ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇവിടെ ഉരുൾപൊട്ടലുണ്ടായത്. ഉരുൾപൊട്ടല അടിവാരത്ത് വെച്ച് ഞാൻ പറഞ്ഞത് സാറിന് ഓർമ്മയില്ലേ? അന്ന് കുറെ ജീവനുകൾ മണ്ണിനടിയിൽ പോയി. ആ കൂട്ടത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അയാളുടെ ബോഡി പോലും കിട്ടിയില്ല. മണ്ണിനടിയിൽ എവിടെയോ പെട്ടുപോയി. ആള് വളരെ പ്രശസ്തനായിരുന്നു. എന്തായിരുന്നു അയാളുടെ പേര്? ചിദംബരം. എന്റെ കയ്യിൽ അയാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. സാറെന്താ നോക്കുന്നേ? അല്ല, അവര് ഇവിടം കാണാൻ എന്ത് ഭംഗിയല്ലേ അർച്ചന? വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അധികം മുന്നോട്ട് പോണ്ട. ഇനി അധികം മുന്നോട്ട് പോണ്ട. അർച്ചനെ, ഒന്നിങ്ങോട്ട് വന്നേ. ഇത് കണ്ടോ? മതി, നമുക്ക് തിരിച്ചു പോവാം. പോകാം. ആദ്യം ഇതൊന്ന് നോക്ക്. വാ അർച്ചന. ഇവിടെ എന്താ ഇത്രയ്ക്ക് കാണാനുള്ളത്? നമുക്ക് തിരിച്ചു പോവാം. പിടിവിടരുത്. എന്റെ കയ്യിൽ മുറുകെ പിടിച്ചോ. കറക്റ്റ് സമയം നോക്കി ഇയാളിത് എവിടെ നിന്ന് വന്നു? അല്ലെങ്കിൽ ഇവിടെ താഴെ പോയാന്. അർച്ചന, സൂക്ഷിച്ച്. പതുക്കെ 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 ചവിട്ടി മേളിലോട്ട് കയറിക്കോ. പറ്റുന്നില്ല. തിരിഞ്ഞു നോക്കരുത്. എന്റെ കൈ പിടിച്ച് മേളിലോട്ട് കയറിക്കോ. അർച്ചന, പേടിക്കണ്ട. വേഗം പിടിച്ച് മുകളിലേക്ക് കയറിക്കോ. വാ, പതുക്കെ. അർച്ചന, ഒന്നും പറ്റില്ലല്ലോ അല്ലേ? നിങ്ങൾ എന്തിനാ പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് വന്നത്? കൂടെ ആരും ഇല്ലേ? ഉണ്ട്. ഹസ്ബൻഡും വേറെ സഹായത്തിനൊരു പയ്യനും ഉണ്ട്. എന്നിട്ടാണോ നിങ്ങൾ രണ്ടുപേരും തനിച്ചിങ്ങോട്ട് പോന്നേ? പണ്ട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം ഇത്. ചേട്ടൻ
ചേട്ടൻ ആരാ? ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാ. പേര് ചിദംബരം. ഇതാണ് അയാളുടെ ഫോട്ടോ. പേര് ചിദംബരം. ഇത് മുഖം വ്യക്തമല്ലല്ലോ. അന്നൊരു ഗ്രൂപ്പിൽ വന്ന ഫോട്ടോയത്. അവരിതുവരെ കണ്ടില്ലല്ലോ. നമുക്ക് അവരെ ഒന്ന് നോക്കാം. ഇനി എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടണ്ട. ആ, അർച്ചന, അർച്ചന, അർച്ചന. ഇവരെന്താ വിളി കേൾക്കാത്തെ? അല്ല, ടെൻഷൻ ആവണ്ട, ഇവിടെ എവിടെയെങ്കിലും കാണും. കാഴ്ചകൾ കാണാൻ പോകാൻ കണ്ട നേരം. വന്നേ. ശ്ശെ, ഇയാള് വന്നില്ലായിരുന്നെങ്കിൽ ഇവളിപ്പോ ആ കൊക്കയില് കിടന്നേനെ. ഇവനൊക്കെ എന്തിനാ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നേ? എന്നിട്ട് ആളുകളെ രക്ഷിക്കാൻ നടക്കുന്നു. പതുക്കെ. കണ്ടില്ലേ, സൂക്ഷിക്കണം. ഈ കാടിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ കാട്ടിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മളാരെയും കണ്ടുവെന്ന് വരില്ല. പക്ഷേ നമ്മളെ കാണുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മളെയും നമ്മുടെ ഉള്ളിലുള്ളതും അവർക്ക് കാണാൻ സാധിക്കും. അതൊരു കോസ്മിക് ലോയാണ്. അല്ല, നിങ്ങൾ ഈ കാട്ടിൽ എവിടുന്ന് വന്നു? അമ്പലത്തിൽ പോകാൻ വേണ്ടി തന്നെ വന്നതാണോ? കാടെന്നും എനിക്കൊരു ലഹരിയാ. കാട്ടിൽ എത്ര ദിവസം അലഞ്ഞു തിരിയാനും എനിക്കൊരു മടിയുമില്ലായിരുന്നു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ ജോലി തിരഞ്ഞെടുത്തതും അതുകൊണ്ടാ. ഇപ്പോ ഈ കാടാ എനിക്കല്ല. ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ തന്നെ. നന്ദി പറഞ്ഞാൽ തീരുന്നതല്ലെന്ന് എനിക്കറിയാം. എങ്കിലും താങ്ക്സ്. കാട് ഒരേ സമയം സുന്ദരവും അപകടകരവുമാണ്. മുന്നോട്ട് വയ്ക്കുന്ന കാലടികളിൽ പോലും അപകടം ഉണ്ടാവും. ഒരു നിമിഷം കൊണ്ട് അഗാധമായ ഗർത്തത്തിലേക്ക് പോയെന്നും വരാം. ചിലപ്പോൾ കാട്ടുമൃഗങ്ങൾ നമ്മളെ ആക്രമിച്ചെന്നും വരാം. അല്ലെങ്കിൽ ഉരുൾപൊട്ടി മണ്ണിനടിയിൽ പോയെന്നും വരാം. എല്ലാം അവസാനിക്കുന്ന നിമിഷങ്ങൾ മാത്രം മതി. ചേട്ടന് പേടിയില്ലേ? നമ്മുടെ ഭയമൊക്കെ ഒരു ഘട്ടം വരെ മാത്രമേ ഉണ്ടാവൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പേടിയുണ്ടാവില്ല.